നമ്മൾ 2018 ലാസ്റ്റ് തൃശ്ശൂർ കലോത്സവം വന്നപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, താഴെ കടന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അതായത് കലോത്സവത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. മറ്റേ നമ്മൾ CBSE കലോത്സവം അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് പൈസ ഉണ്ടാവില്ല ആ ടൈമിൽ അവരുടെ കയ്യിൽ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു 10 പേർക്ക് എങ്കിലും 10 പേർക്ക് അത് ഉപകാരപ്പെടില്ലോ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണതാണ് എല്ലാ വർഷവും നമ്മൾ കലോത്സവം തൃശ്ശൂർ വരുമ്പോൾ. കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്ക് മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതിനുള്ള അലങ്കാര വസ്ത്രങ്ങൾ എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? അലങ്കരിക്കാൻ വേണ്ട നെറ്റിച്ചുട്ടികൾ, മറ്റ് ആഭരണങ്ങൾ, സ്റ്റെഡുകൾ തുടങ്ങിയ എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? പരിഹാരമുണ്ട്. സൗജന്യമായി ഇവ കിട്ടും. തൃശ്ശൂർ MG റോഡിലെ നന്ദനം ഡാൻസ് കളക്ഷൻ എന്ന കടയിൽ എത്തിയാൽ മതി. എന്നോടൊപ്പം ഈ കടയുടെ പ്രൊപ്പറേറ്റർ ഉണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്തവണ സൗജന്യമായിട്ട് ഇത്തരം വസ്തുക്കൾ നൽകാൻ തീരുമാനിക്കുന്നത്? നമ്മൾ 2018 ലാസ്റ്റ് തൃശ്ശൂർ കലോത്സവം വന്നപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, താഴെ കടന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അതായത് കലോത്സവത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. മറ്റേ നമ്മൾ CBSE കലോത്സവം അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് പൈസ ഉണ്ടാവില്ല ആ ടൈമിൽ അവരുടെ കയ്യിൽ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു 10 പേർക്ക് എങ്കിലും 10 പേർക്ക് അത് ഉപകാരപ്പെടില്ലോ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണതാണ് എല്ലാ വർഷവും നമ്മൾ കലോത്സവം തൃശ്ശൂർ വരുമ്പോൾ. ഒരു കുട്ടിക്ക് ഇത് നിങ്ങൾ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ, സൗജന്യമായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് രേഖകൾ സമർപ്പിക്കണം എന്നാണ്? അപ്പോൾ അവർക്ക് ഇപ്പോൾ എന്താ പറയുക, സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ വരണമെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു ആധാർ കാർഡോ ഒക്കെ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് ഡ്രസ്സ് ആയാലും ഓർണമെൻറ്റ്സ് ആയാലും അവർക്ക് സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കും. അതിപ്പോൾ നമ്മൾ തൃശ്ശൂർ മാത്രമല്ല, നമ്മുടെ ഇരിങ്ങാലക്കുട ഷോപ്പുണ്ട്, അതുപോലെ പാലക്കാട് ഷോപ്പുണ്ട്. ഏത് ഷോപ്പിൽ നിന്ന് വേണമെങ്കിലും എടുക്കാൻ മതി. അവിടെ നിന്നും സൗജന്യമായിട്ട് കിട്ടും. ഓ, അത് ശരി. എന്തെല്ലാം കളക്ഷൻസ് ആണ് കയ്യിലുള്ളത്? ഏതെല്ലാം മത്സരങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ കയ്യിലുണ്ട്? നമ്മളിപ്പോൾ ഏത് കോമ്പറ്റീഷൻ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഭരതനാട്യം, മോഹിനിയാട്ടം, അതുപോലെ ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ്, ഏത് കോമ്പറ്റീഷൻ വേണമെങ്കിൽ നമുക്ക് ഉണ്ട്. നമുക്ക് ഏത് സ്കൂളുകൾക്ക് ആണെങ്കിലും നമുക്കത് ഫ്രീ ആയിട്ട് അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. നമുക്ക് ഇപ്പോൾ വസ്ത്രങ്ങൾ കുട്ടികൾക്കുണ്ടെങ്കിലും മറ്റ് അലങ്കാര വസ്തുക്കളാണ് കിട്ടാത്തെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഓർണമെന്റ്സ് ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കാം. വരുമ്പോൾ ഒരു ID കാർഡ് മാത്രം കൊണ്ടുവരാം, ബാക്കി എല്ലാം നമുക്ക് ചെയ്യാം. എന്തൊക്കെ ചേച്ചി, എന്തൊക്കെ റെഡിയാക്കിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ? ഇവിടെ ഭരതനാട്യത്തിനുള്ള ഡ്രസ്സുണ്ട്, ഒപ്പന, പിന്നെ അതുപോലെ തന്നെ നാടോടി നൃത്തം. ഏത് ഡ്രസ്സായാലും ഇപ്പോൾ 2018 നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ കുട്ടികൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് കമ്മല് അങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ മറക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഏതൊക്കെയാണ് കുട്ടികൾ അങ്ങനെ ആവശ്യക്കാരായിട്ട് വരാറ്? ഒപ്പന, മാർഗംകളി, തിരുവാതിര, അതിനൊക്കെ വരാറുണ്ട്. എന്തായാലും ഇത് ഓർത്തു വയ്ക്കുക. MG റോഡിലെ കടയാണ്. എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ കുട്ടികൾക്ക് ഈ കടയെ ആശ്രയിക്കാം. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ.